ഹലോ, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് ചെറിയ മത്തി വറ്റിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുളക് പൊടി മൂപ്പിക്കുക അതൊന്നും വേണ്ട, സാധാരണ മുളക് പൊടി ചേർത്താൽ മതി. അപ്പോൾ സാധാരണ മുളക് പൊടി ഒരു 2 ടീസ്പൂൺ എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, സബോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ ഇതിലേക്ക് കുടംപുളി വേണ്ട കേട്ടോ. അപ്പോൾ ഇതിലേക്ക് സാധാ സാമ്പാർ പുളി എന്നൊക്കെ പറയും, കോൽപ്പുളി, ആ പുളിയാണ് ഇതിലേക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ അത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മുളക്, കറിവേപ്പില എല്ലാം ഇട്ടു. ഇനി നമുക്കിതിലേക്ക് അല്പം കറിക്ക് ആവശ്യമായി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് നല്ലപോലെ കൈകൊണ്ട് കൂട്ടി തിരുമ്മും. എന്നിട്ട് വേണം നമുക്ക് പുളി പിഴിഞ്ഞത് ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ ഞാൻ കോൽപ്പുളി, സാമ്പാർ പുളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിഴിഞ്ഞ് ചേർത്തു. ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തതിന് ശേഷം വേണം കേട്ടോ അത് അടുപ്പത്ത് വയ്ക്കാൻ. അപ്പോൾ അത് ചാറിനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഇതിൽ തേങ്ങയൊന്നും ചേർക്കുന്നില്ല, വെറുതെ മുളക് ഇട്ട് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ, വാളംപുളി പിഴിഞ്ഞ്. അപ്പോൾ നമ്മുടെ മീൻകറി വറ്റി വന്നു, അത് ഇറക്കി വെച്ചു കേട്ടോ. അപ്പോൾ അതിലത്തെ കുറച്ച് മീൻ ഞാൻ വറക്കാനായിട്ടും വെച്ചു. അപ്പോൾ നമ്മുടെ കൊച്ചുമത്തി വറ്റിച്ചതും മീൻ വറുത്തതും ഇവിടെ റെഡിയായി കേട്ടോ. അപ്പോൾ ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കേ.